പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. GCNDST അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവമൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഇളയവന് കടന്നു വരുവാനും പ്രിയപ്പെട്ട ദൈവമക്കളുമായി അല്പസമയം തിരുവചനത്തിലൂടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. GCNDST ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, നിത്യേന ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എൻ്റെ സംഘാടകരായിരിക്കുന്ന മറ്റ് വ്യക്തിജീവിതങ്ങൾ, വചനം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും പ്രാരംഭമായി അറിയിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലയിലുള്ളതായ അനുഭവങ്ങളാണ് ലോകത്തിൽ ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും തോറും നാം കർത്താവിനോടും ഏറ്റവും അടുത്ത് നിൽക്കാൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാരംഭമായി ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് എന്നീ വൈകിയ സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ഏതാണ്ട് 21 എപ്പിസോഡുകളിലായി ദൈവം ആർ എന്ന വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. അതിൻ്റെ 22ാമത്തെ ഭാഗമാണ് ഇന്ന് സംസാരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ആർ എന്ന് ഇന്നും പലർക്കും വ്യക്തമായിട്ട് അറിയുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ ലോകം കടന്നു പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പെന്തക്കോസ്ത് സമൂഹത്തിൽ തന്നെ സത്യദൈവത്തെ അറിയേണ്ട പോലെ അറിയുവാൻ കഴിയാതെ പലരും വ്യർത്ഥമായിട്ടുള്ളതിനെ ഭജിക്കുന്നത് കാണുവാൻ കഴിയുകയാണ്. അത് സത്യമായതിനെ ത്യജിച്ചു കളയുന്നതും നമുക്ക് ഈ നാടുകളിൽ കാണുവാൻ കഴിയുന്നു. ഇത് നമ്മുടെ കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി ശത്രുവാകുന്ന പിശാച് സഭയ്ക്കുള്ളിൽ കൊണ്ടുവരുന്ന ഒരു തന്ത്രവും കൂടിയാണ് എന്ന് നാം ഗ്രഹിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുകയാണ്. അന്ത്യകാലമാണ്. ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വളരെ ശ്രദ്ധയോടും ബുദ്ധിയോടും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ എല്ലാ പ്രവർത്തകരെയും വിശ്വാസികളെയും ശ്രോതാക്കളെയെല്ലാം ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആലോചന അറിയിച്ചുകൊണ്ട് ഞാൻ വിഷയഭാഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവം ആർ എന്ന വിഷയമാണ് നാം വീണ്ടും ചിന്തിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ അഥവാ 21 എപ്പിസോഡുകളിലായി നാം ദൈവം ആരെന്നുള്ള വിഷയം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
ഈ ആലോചനയിൽ കേൾവിക്കാരായിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഈ വിഷയം സുഗ്രാഹ്യമായോ എന്ന് ചോദിച്ചാൽ അതിന് തക്കതായ ഒരു മറുപടി പറയുവാൻ എളിയവന് സാധ്യമല്ല. എന്നാൽ എല്ലാവർക്കും മനസ്സിലാകണം എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെയാണ് ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഊഹാഭോഗങ്ങൾ ഒന്നും സംസാരിക്കാറില്ല. എല്ലാം ദൈവവചന തെളിവോട് മാത്രമേ ഞങ്ങളുടെ ഈ ഗ്രൂപ്പും സംസാരിക്കാറുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. ദൈവം ഏകനാണ്, അവൻ ആത്മാവാണ്. അവൻ ലോകത്തിന് വ്യത്യസ്തമായ നിലകളിൽ വ്യത്യസ്ത രീതികളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം പല പേരുകളിൽ അവനെ വിളിക്കപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. എങ്കിലും പിതാവായ ഏക സത്യദൈവത്തിന് യഥാർത്ഥമായി ഒരു പേര് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. മറ്റുള്ളതെല്ലാം അപ്പോൾ താൻ വഹിച്ച സ്ഥാനങ്ങളുടെ പേരുകളാണ്. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, സ്ത്രീയുടെ സന്തതി, അബ്രഹാമിൻ്റെ സന്തതി, ദാവീദിൻ്റെ പുത്രൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ പല പേരുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയപ്പെടുവാനിടയായി തീർന്നു. എങ്കിലും പിതാവായ ഏക ദൈവത്തിൻ്റെ യഥാർത്ഥ പേര് യേശു എന്നാണ് എന്ന് തിരുവചനം വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 1-ാം അധ്യായം 12-ാമത്തെ വാക്യഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അവൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിജീവിതങ്ങൾ ആരോ അവർക്കാണ് ദൈവമക്കളാകുവാനുള്ളതായ അധികാരം ദൈവം കൊടുക്കുവാൻ ഇടയായി തീർന്നത് എന്ന് ആ വാക്യഭാഗത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നാം വിശ്വസിക്കുന്ന ഏക സത്യ ദൈവത്തിന് ഒരു പേരേ ഉള്ളൂ, ഒരു നാമമേ ഉള്ളൂ. ആ നാമം യേശു എന്നാകുന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് വ്യത്യസ്തമായി വരുന്ന ചിന്തകളും ആലോചനകളും വിശ്വാസങ്ങളെല്ലാം വ്യർത്ഥമായിട്ടുള്ള ആശയങ്ങളാണ്, ചിന്താഗതികളാണ് എന്ന് ഓരോ ക്രിസ്തീയ വിശ്വാസികളും മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നീ വൈകിയ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥനയോട് നമുക്ക് വചനസത്യങ്ങൾ പഠിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യഭാഗം നമുക്ക് ഏവർക്കും വളരെ പരിചിതമായിട്ടുള്ള വചനഭാഗമാണ്. എങ്കിലും ഞാൻ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഞാൻ ആ ഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു എന്ന് ആ വാക്യഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ
പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ജീവനുള്ള ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. തിമോത്തിയോസിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിൽ നടക്കേണ്ടുന്നതായ രീതികളെ സംബന്ധിച്ച് കർത്താവിൻ്റെ ദാസൻ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനോട് സംസാരിക്കുമ്പോൾ താൻ സംസാരിച്ച ഒരു വിഷയഭാഗമാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആര്? സർവശക്തനായ ദൈവം, ജീവനുള്ള ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, അഥവാ ശരീരത്തിൽ അവൻ വെളിപ്പെടുവാനിടയായി തീർന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് അവൻ പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ അവനെ വിശ്വസിക്കുവാനിടയായി തീർന്നു, തേജസ്സിൽ അവൻ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു എന്ന് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ജഡത്തിൽ വെളിപ്പെട്ടു വന്നവൻ അഥവാ ശരീരം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നവൻ സർവശക്തനായ ദൈവമാണ് എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. എന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനം മുതൽ ലോകത്തിന് വേണ്ടി അഥവാ മനുഷ്യവർഗത്തിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാണ് യേശു ക്രിസ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ അറുക്കപ്പെട്ടതായി കാണപ്പെടുവാൻ കഴിയുന്നു. അങ്ങനെ കർത്താവിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും സ്തോത്രം സാത്താനെ ആരാധിക്കും അഥവാ എതിർ ക്രിസ്തുവിനെ നമസ്കരിക്കും എന്ന് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള വിശുദ്ധന്മാരാരും എതിർ ക്രിസ്തുവിനെ ആരാധിക്കുകയില്ല, അവൻ്റെ ആ പ്രതിമയെ വണങ്ങുകയില്ല. വാസ്തവമായിട്ടും സത്യദൈവം ആരാണെന്നവൻ തിരിച്ചറിയും, സത്യദൈവത്തെ യഥാർത്ഥമായി പ്രസംഗിക്കും, സത്യദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കും, സത്യത്തിൽ അവൻ നിലകൊള്ളുവാനിടയായിത്തീരും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. ജ്ഞാനസമ്പൂർണനായ ദൈവം അഥവാ അഗാധ ജ്ഞാനമുള്ളവൻ സൃഷ്ടിപ്പിൻ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്തിൽ എന്തെല്ലാം എങ്ങനെയെല്ലാം സംഭവിക്കണമെന്നും തൻ്റെ മനസ്സിൽ തൻ്റെ ഹൃദയത്തിൽ ആലോചനയിൽ തൻ്റെ ചിന്തയിലുണ്ടായിരുന്നു എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് തൻ്റെ അഗാധ ജ്ഞാനത്താൽ അവൻ്റെ ഹൃദയത്തിൽ അവൻ അറിഞ്ഞിരുന്നു എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. കാലാകാലങ്ങളിൽ ലോകത്തോടും മനുഷ്യനോടും എങ്ങനെ തന്നെ വെളിപ്പെടുത്തണമെന്നും തൻ്റെ പ്രവർത്തനങ്ങൾ ആരെയെല്ലാം എങ്ങനെയെല്ലാം ഉപയോഗിക്കണം എന്ന് തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ തനിക്ക് കാണാമായിരുന്നു അഥവാ അറിയാമായിരുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. താൻ ചെയ്ത സകല പ്രവർത്തനങ്ങളും തൻ്റെ ഇഷ്ടത്താലും മുന്നറിവിനാലുമാണ് അത് ചെയ്തത്. അത് വിശ്വസിക്കുവാൻ കഴിയുന്നവൻ ഭാഗ്യവാനാണ് എന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ
സർവശക്തനായ ദൈവത്തിൽ നിന്നും അല്പം താഴ്ച ഭവിക്കപ്പെട്ടവനായി താഴ്മ ധരിച്ചുകൊണ്ടവൻ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയാണ് അവൻ ആദ്യ നിലയിൽ വന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നൊഴിക്കേണ്ടതിന് വേണ്ടി ഒരു സ്തോത്രം യാഗ ഉരുവായി തീരുവാൻ, അറുക്കപ്പെടുവാൻ, കാൽവറിയിൽ യാഗമായി തീരുവാൻ അവനൊരു മനുഷ്യനായി ലോകത്തിലേക്ക് വെളിപ്പെട്ടു വന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. ഏക മനുഷ്യനാൽ പാപം, പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏകമനുഷ്യനായ ആദം നിമിത്തമായിട്ടാണ് പാപം ലോകത്തിൽ പ്രവേശിക്കുവാനിടയായി തീർന്നത്. അത് മുഖാന്തരമായിട്ടാണ് മരണം ലോകത്തിൽ കടന്നു വന്നത്. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നാണ്. ഒരു മനുഷ്യനിലല്ല, ഒരാളിലല്ല, രണ്ടുപേരിലല്ല, ഭൂമിയിലുള്ള സകല മനുഷ്യരിലും ഈ മരണമെന്ന പ്രതിഭാസം പരന്നിരിക്കുന്നു. അത് പാപം നിമിത്തമായിട്ടുണ്ടായതാണ് എന്ന് കാണുവാൻ കഴിയുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് പറയുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർക്ക് രക്ഷിക്കുവാൻ കഴിയും എന്ന ഒരു ചോദ്യമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതിന് മറുപടിയായിട്ട് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ആ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ രക്ഷപ്പെടുവാൻ മറ്റ് യാതൊരു വിധമാകുന്ന മാർഗവുമില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ടും നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ചിലരെങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമം അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് എതിരായി വെല്ലുവിളികൾ ഉയർത്തുന്നതായ ധാരാളം ആളുകളെ ഇന്ന് ഭൂമുഖത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. ശത്രുവാകുന്നവൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തോട് മാത്രമാണ് ശത്രുത പുലർത്തുന്നത്. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും ഈ നാമത്തിൽ നിങ്ങൾ ശേഷം സംസാരിക്കരുത് എന്നാണ് അപ്പോസ്തലന്മാരെ അവർ വിലക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. എന്നാൽ ആ സമയത്ത് അപ്പോസ്തലന്മാർ കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തെക്കാൾ അധികമായി മനുഷ്യനെ മാനിക്കുന്നത് വിഹിതമോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പീൻ എന്ന കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പൊ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ആ നാമത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്നത് ദൈവഹിതമാണ് എന്ന് വളരെ വ്യക്തമായിട്ടും താൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെക്കാൾ അധികമായിട്ട് മനുഷ്യനെ മാനിക്കുന്നത് വിഹിതമോ, നിങ്ങൾ തന്നെ അതിനൊരു ന്യായമായ വിധി കൽപ്പിപ്പിൻ എന്നവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. റോമാലേഖനത്തിലെ അതിൻ്റെ 25-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ,
നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു എന്ന് അവിടെ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ഇങ്ങനെ തൻ്റെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു എന്നാണ്. ജഡം പാപത്തിൻ്റെ ഒരു സ്തോത്രം പര്യായമായി നമ്മൾ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം, ആ പാപത്തിൻ്റെ അധീനതയിലായിരിക്കുന്ന മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ജഡം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നത്. അത് സർവശക്തനായ ദൈവമാണ് ജഡം സ്വീകരിച്ച് വന്നത് എന്ന് വളരെ വ്യക്തമായിട്ടും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യഭാഗത്തിൽ അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരിക്കുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്നവിടെ കാണുവാൻ കഴിയുകയാണ്. തൻ്റെ മക്കൾ ജഡത്തിൽ ജീവിക്കുന്നവരാകിയാൽ, ശരീരത്തിൽ ജീവിക്കുന്നവരാകിയാൽ തങ്ങളുടെ സ്വർഗീയ പിതാവും അഥവാ സർവശക്തനായ ദൈവവും തൻ്റെ മക്കളാകുന്ന മനുഷ്യരെ പോലെ ജഡത്തിൽ വസിക്കുന്നവനായി, ജഡത്തിൽ ജീവിക്കുന്നവനായി മരണത്തിൻ്റെ അധികാരിയായ സാത്താനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരിക്കുന്ന തൻ്റെ മക്കളെ വിടുവിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ജഡം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്ന് ജഡത്തിൽ അവൻ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. തൻ്റെ മക്കളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. ദൈവിക പ്ലാൻ അനുസരിച്ച് മനുഷ്യത്വം സ്വീകരിച്ച് അതിൽ കൂടി മനുഷ്യൻ നഷ്ടമാക്കിയ തേജസ്സും മറ്റു പദവികളും തിരികെ മനുഷ്യന് നൽകുക എന്ന ഉദ്ദേശത്തോടെ സർവശക്തനായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിൽ വന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ആകയാൽ തൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വം താൻ മുന്നമേ ഗ്രഹിച്ചിരുന്നു എന്ന് തിരുവഴുത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. മനുഷ്യൻ എന്ന നിലയിലും പുത്രൻ എന്ന നിലയിലും താൻ സംസാരിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്ന നിലയിലും പുത്രൻ എന്ന നിലയിലും താൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ സംസാരിച്ചിട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അല്ലെങ്കിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ പിതാവിനെ ആരാധിക്കുന്ന, സർവശക്തനായ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയും ആത്മാവിലും സത്യത്തിലുമാണ് അവനെ ആരാധിക്കേണ്ടത്. അങ്ങനെയുള്ളതായ നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് കർത്താവ് ആ ശമരിയ സ്ത്രീയോട് സംസാരിക്കുന്നതായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെയും കർത്താവ് പറയുന്നത് തന്നെ നമസ്കരിക്കുന്നവർ
ആരെ? യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയും ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുന്നവരായിരിക്കണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് സ്തോത്രം കർത്താവ് ശമരിയ സ്ത്രീയോട് സംസാരിച്ചത്. പിന്നീടുള്ളതായ സംഭാഷണവും കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവമാണ് ആത്മാവ്, അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് പ്രിയ കർത്താവ് ആ ശമരിയ സ്ത്രീയോട് പറയുന്നതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ സ്ത്രീ അവനോട് പറഞ്ഞ ഒരു കാര്യം, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശമരിയ സ്ത്രീ കർത്താവിനോട് പറഞ്ഞത് മശിഹ വരും അഥവാ ക്രിസ്തു വരും എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ സകല യഹൂദന്മാരും മശിഹായുടെ വരവിനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സകല കാര്യങ്ങളും ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുവാൻ അവൻ വരും എന്ന പ്രത്യാശ ഈ ശമരിയ സ്ത്രീക്കുണ്ട്. മശിഹ അഥവാ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ അഥവാ സ്വർഗത്തിൽ എന്നേക്കും അഭിഷിക്തനായിരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം പഠിക്കുവാൻ കഴിയുന്നത്. സ്വർഗത്തിൽ എന്നേക്കും അഭിഷിക്തനായിരിക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. അവൻ വരുമെന്നും അവൻ വന്ന് സകലതും അറിയിച്ചു കൊടുക്കുമെന്നും ഒക്കെ ശമരിയ സ്ത്രീക്കും അറിയാമായിരുന്നു. അവൾ അതേക്കുറിച്ച് പറയുകയാണ്. യേശു അതിന് അവളോട് പറഞ്ഞ മറുപടി ആണ് നമുക്ക് വളരെ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ശമരിയ സ്ത്രീയോട് സംസാരിക്കുന്ന സർവശക്തനായ ദൈവമാണ് മശിഹ, അല്ലെങ്കിൽ യേശുവാണ് മശിഹ എന്ന് സ്തോത്രം ശമരിയ സ്ത്രീയോട് കർത്താവ് പറയുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, നമ്മുടെ ദൈവം ആരാണ്? എത്ര ദൈവങ്ങൾ നമുക്കുണ്ട്? ഒന്നിലധികം ദൈവങ്ങളുണ്ടോ? വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാനുഷികമായി പലരും പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. ദൈവങ്ങൾ ഉണ്ട്, ആ യേശു ദൈവമല്ല എന്ന് പറയുന്നവരുണ്ട്. സ്തോത്രം. ഇങ്ങനെ വ്യത്യസ്തമാകുന്ന നിലകളിൽ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഉദരത്തിലുണ്ട്. ആര് എങ്ങനെ പഠിപ്പിച്ചാലും ശരി തന്നെ ദൈവവചനത്തിൻ്റെ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കി അതിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് കർത്താവിൻ്റെ രാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയുന്നത്. അല്ലാതെ അവരവർക്ക് തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിരിക്കുകയും സ്തോത്രം അവരവർക്ക് ഇഷ്ടമുള്ള നിലയിൽ ഉപദേശിക്കുകയും ഏതെങ്കിലും സംഘടനയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് ഉപദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ദൈവരാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവരാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയണമെങ്കിൽ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഒരേ ഒരു ദൈവം മാത്രമാണുള്ളത്. ആ ദൈവം യേശുവാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ അവർക്ക് നിത്യത അവകാശമാക്കുവാൻ കഴിയും. ഇല്ല എങ്കിൽ നിത്യത നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ
എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശബ്ദമാണ് നമുക്കിവിടെ കേൾക്കുവാൻ കഴിയുന്നത്. അവൻ്റെ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ പിതൃത്വത്തോട് അവൻ സംസാരിക്കുകയാണ്. ലോകമുണ്ടാകും മുമ്പേ നിന്റെ അടുക്കൽ ഞാൻ മഹത്വത്തിലായിരുന്നു. ആ മഹത്വത്തിലേക്ക് എന്നെ വീണ്ടും മഹത്വപ്പെടുത്തണമേ, എന്നെ നിന്റെ അടുക്കൽ മഹത്വത്തിൽ നിർത്തണമേ എന്ന് സ്തോത്രം അവൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് രണ്ട് വ്യക്തികളല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ അവൻ മനുഷ്യ സ്വഭാവമുള്ളവനായിരുന്നു. എന്നാൽ അവൻ്റെ ഉള്ളത്തിൽ വസിച്ചിരുന്നത് സർവശക്തനായ ദൈവമാണ് എന്ന് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അവൻ്റെ മനുഷ്യത്വം അവൻ്റെ ദൈവത്വത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഒരു പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വരികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവമഹത്വത്തിൽ താൻ വരുമ്പോൾ ജീവകിരീടത്തെ താൻ തരുമ്പോൾ അപ്പോഴും ഞങ്ങൾ പാടിയിടും നാഥാ, നീയല്ലാതാരുമില്ല. യേശു നാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശു നാഥ, നീയല്ലാതാരുമില്ല. യേശു ദൈവമഹത്വത്തിൽ കടന്നു വരികയും അവനിൽ പ്രത്യാശയോടെ ജീവിക്കുന്നതായ തൻ്റെ മക്കൾക്ക് ജീവകിരീടത്തെ അവൻ സൗജന്യമായി നൽകുകയും ചെയ്യുന്ന ആ നാളിൽ അത് പ്രാപിക്കുവാനിടയായിത്തീരുന്ന ദൈവമക്കൾ അപ്പോഴും പാടുന്നത്, യേശുനാഥ നീയല്ലാതെ ആരുമില്ല എന്നവൻ പാടുവാനിടയായിത്തീരും. പ്രിയമുള്ള ദൈവമക്കളെ, വ്യത്യസ്തമാകുന്ന ചിന്താഗതികളിലൂടെ ദൈവവചനത്തിൻ്റെ വസ്തുതകളെ ഗ്രഹിക്കാതെ, ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ അന്യഥാ ഉപദേശിക്കുന്നവരായി മാനുഷിക ഉപദേശങ്ങൾ പഠിക്കുന്നവരും പൈശാചിക ഉപദേശങ്ങളിൽ ആശ്രയിക്കുന്നവരുമായി കടന്നു പോകുന്ന വ്യക്തിജീവിതങ്ങൾ നിത്യമായ നാശത്തിലേക്ക് അഥവാ യാതനാ സ്ഥലത്തേക്ക് കടന്നു പോകേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവചനത്തെ യഥാർത്ഥമായി പഠിച്ചും ഗ്രഹിച്ചും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്ക് മാത്രമാണ് നിത്യതയിൽ പ്രവേശനം ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈവം ആരാണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രവർത്തന മഹത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സത്യദൈവത്തിനായിട്ട് ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിച്ചും അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായി നിൽക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ കടന്നുവരവെങ്കിൽ നാം നിരാശരായി തീരുകയില്ല. അവൻ്റെ രാജ്യത്തിൽ നമുക്ക് പങ്കാളിത്തം വഹിക്കുവാൻ കഴിയും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 17-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ. സ്തോത്രം, സർവശക്തനായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് എന്ന് ലോകം അറിയണം. ഞാനും നീയും ഒന്നാകുന്നത് പോലെ അവരും ഒന്നായി തീരേണ്ടതിന് തന്നെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് അവൻ്റെ മനുഷ്യത്വവും ദൈവത്വവും ഒന്ന് ചേർന്നിരിക്കുന്നത് പോലെ, ഒന്നായിരിക്കുന്നത് പോലെ മനുഷ്യരെല്ലാവരും
അവനുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ 22-ാമത്തെ വാക്യഭാഗത്തിൽ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. സ്തോത്രം. ദൈവമഹത്വം രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനും സർവശക്തനായ ദൈവം നൽകിയിട്ടുണ്ട് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യഭാഗത്തിൽ പ്രവാചകനിലൂടെ സർവശക്തനായ ദൈവം സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. സർവശക്തനായ ദൈവം തൻ്റെ മഹത്വം മറ്റാർക്കും കൊടുക്കുകയില്ല എന്ന് പറയുമ്പോൾ, കർത്താവിന് നൽകിയിരിക്കുന്ന ഈ മഹത്വം, സ്തോത്രം, എങ്ങനെ ലഭിച്ചു? സ്തോത്രം, എന്താണ് അതിൻ്റെ ആത്മീയ ആശയം എന്നുള്ളതിനെക്കുറിച്ച് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അവൻ സർവശക്തനായ ദൈവമായതുകൊണ്ടാണ് അവൻ മഹത്വത്തിൽ വസിക്കുവാൻ അവന് കഴിയുന്നത്. സ്തോത്രം. യെശയ്യാവിൻ്റെ 48-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, എൻ്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും. എൻ്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല. കർത്താവിൻ്റെ നാമം അശുദ്ധമാക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അവൻ്റെ നാമം പരിശുദ്ധമായ നാമമാണ്. അത് എല്ലാ നാമത്തിനും മേലായ നാമമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സർവ മുഴങ്കാലും അടങ്ങുന്ന നാമമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ നാമം. സ്തോത്രം. അത് അശുദ്ധമാകുവാൻ ഒരിക്കലും സർവശക്തനായ ദൈവം അനുവദിക്കുകയില്ല എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഈ മഹത്വത്തിൻ്റെ യഥാർത്ഥ ഉടമ യേശുക്രിസ്തു ആകുന്നു എന്ന് സ്തേഫാനോസ് തൻ്റെ ദർശനത്തിലൂടെ കാണുന്നതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 55-56 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. സ്തേഫാനോസിൻ്റെ കാര്യമാണ്. ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവമഹത്വം എന്ന് പറയുന്നത് വെളിച്ചമാണ്, പ്രകാശമാണ്. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കൽ യേശു പുത്രനായിട്ടോ മറ്റൊരു ദൈവമായിട്ടോ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ ലോകത്തിലുണ്ട്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് ഇടതുവശമോ വലതുവശമോ മുകൾ വശമോ കീഴ്വശമോ ഒന്നുമില്ല. അവൻ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങാത്തവനായ ദൈവമാണ് ആത്മാവായ ദൈവം. അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു എന്ന് സ്തേഫാനോസ് കാണുന്ന ആ കാഴ്ച സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വവും ബലവും ജ്ഞാനവും എല്ലാം യേശുക്രിസ്തു ആകുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ചിത്രമാണ് സ്തേഫാനോസ് കാണുവാൻ കഴിയുന്നത്. സകല മഹത്വവും സകല ജ്ഞാനവും സകല കഴിവും അറിവും ശക്തിയും ബലവും എല്ലാം യേശുക്രിസ്തുവിനാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ടും സ്തേഫാനോസിൻ്റെ ദർശനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. പിന്നീട് സ്തേഫാനോസ് പറയുന്നത്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു.
ആത്മാവായ ദൈവത്തിന് വലത്തുഭാഗമോ ഇടത്തുഭാഗമോ ഇല്ല എന്നുള്ളത് വിശ്വാസത്താൽ നാം മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ മനുഷ്യ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വിഷയം എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം ജഡം സ്വീകരിച്ച് അഥവാ ശരീരം സ്വീകരിച്ച് ലോകത്തിൽ വന്നവനാണ്. അഥവാ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനല്ലാതെ വേറെ ഒരു ദൈവമില്ല. പഴയ നിയമത്തിൽ അവനെ യഹോവ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതേ ദൈവം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു. പുതിയ നിയമത്തിൽ അവനെ യേശു എന്ന് സംബോധന ചെയ്തിരിക്കുകയാണ്. അവനിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ സകല മനുഷ്യരോടും ദൈവവചനം സ്തോത്രം ആവശ്യപ്പെടുകയാണ്. ദൈവവചനത്തിൻ്റെ വസ്തുതകളെ ഗ്രഹിക്കാതെയും ദൈവവചനത്തിൻ്റെ വസ്തുതകൾക്കൊത്തവണ്ണം തങ്ങളുടെ വിശ്വാസത്തെ സമർപ്പിക്കപ്പെടുവാൻ കഴിയാതെ ലോകത്തിൻ്റെ ചിന്തകളിലോ പാപത്തിൻ്റെ ചിന്തകളിലോ സാത്താന്യമായ ആലോചനകളിലോ കുടുങ്ങി അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു നിലപാടുകളിലേക്ക് തിരിയുന്ന ഏതൊരു വ്യക്തിയും നിത്യമായ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത് വരാതിരിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ദൈവം ആരാണെന്നുള്ളതായ വസ്തുത ശരിക്കും മനസ്സിലാക്കി ആ ഏക സത്യ ദൈവത്തിങ്കലുള്ളതായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ സകല മനുഷ്യർക്കും കഴിയണം. പ്രത്യേകിച്ച് ക്രൈസ്തവരായിരിക്കുന്നവർക്ക്. ക്രൈസ്തവരുടെ ഇടയിൽ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന പെന്തക്കോസുകാരായിരിക്കുന്ന ആളുകൾ ഏക സത്യ ദൈവത്തെ അറിയേണ്ടും പോലെ അറിയുവാനും അവൻ ലോകത്തിന് നൽകിയിരിക്കുന്ന ആ ഉപദേശ സത്യത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ സ്തോത്രം ഞാൻ ഒരുപക്ഷെ സത്യോപദേശത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നവരും സത്യവചനത്തിൻ്റെ യഥാർത്ഥമായ ആശയങ്ങൾ അംഗീകരിച്ച് ജീവിക്കുവാൻ കഴിയാത്തവരായി പെന്തക്കോസ്ത് ജീവിതം നയിക്കുന്ന ആളുകളായിരുന്നാൽ പോലും വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം ജീവിക്കുന്നില്ല എങ്കിൽ നിത്യത നഷ്ടപ്പെട്ടു പോകുവാനിടയായിത്തീരും. ഒടുവിൽ നിലവിളിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്നതുപോലെ ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യുക. ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാദിവസം. മറ്റൊരുത്തരിലും ആശ്രയിച്ച് ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊള്ളുന്നു. അവനാണ് നമ്മുടെ ജീവദായകൻ. അവനല്ലാതെ വേറൊരു ദൈവമില്ല. സ്തോത്രം. വേറൊരു ദൈവത്തെ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഒരേ ഒരു ദൈവം മാത്രം. ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനായ യേശു ക്രിസ്തുവാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഈ സമയത്ത് ഇത്രത്തോളം സമയം ദൈവവചനമായിട്ട് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇളയവനെ സഹായിച്ചതുകൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിലൂടെ വചനം സംസാരിക്കുവാൻ ഇളയവനെ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഇതിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ട സംഘാടകരെയും മറ്റു പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സർവശക്തനായ ദൈവത്തിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം എവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, ചില നിമിഷങ്ങൾ നിന്റെ വചനത്തിൻ്റെ സത്യം സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്
ജീവനുള്ള ദൈവം ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് സത്യവചനത്തിൽ നിലനിൽക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും. നീ എൻ്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കുഞ്ഞുങ്ങളെ ഒക്കെ അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. നിന്റെ ദാസന്മാരെ, ദൈവദിനത്തെ എല്ലാം അനുഗ്രഹിച്ചാട്ട് സകല മഹത്വം പരിചരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ദിനമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.